എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവറാണ്. അതായത് നമ്മൾ താങ്ക്സ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കൃതജ്ഞത നമ്മൾ രേഖപ്പെടുത്തുന്ന സമയത്ത് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ട ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അത് താങ്ക്സ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ ഒരു നമ്മളുടെ നന്ദി നമ്മൾ അവിടെ രേഖപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരോട് അത് കാണിക്കുമ്പോൾ അതൊരു എന്താ പറയുക, അവർക്കതൊരു ഫീലാണ്. നമ്മളത് പറയുമ്പോൾ നമുക്കുള്ള ആ ഒരു ഫീൽ അവർക്കും കിട്ടുന്നുണ്ട്, അത് കേൾക്കുന്ന ഒരാൾക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ എന്ത് തോന്നും? നമ്മൾ നല്ല നന്ദിയുള്ള ആളുകളാണ്, അവരതിനിപ്പോഴും അതിനൊരു താങ്ക്ഫുൾ ആണ്, നമ്മൾ അന്നാ ചെയ്ത കാര്യത്തിന് ഇന്ന് അവർക്ക് എന്താണ് ആ ഒരു താങ്ക്ഫുൾ ആണ് എന്ന് അവരും പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നന്ദി നമ്മൾ രേഖപ്പെടുന്നത് കൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടാകുള്ളൂ. നമുക്കൊരിക്കലും അതുകൊണ്ടൊരു ദോഷം ഉണ്ടാകുക, നമുക്കത് ഗുണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റെഡ്യൂസസ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി എന്നുള്ളതാണ്. അതായത് നമ്മളുടെ സ്ട്രെസ്സ്, നമ്മളൊരു താങ്ക്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെന്താകുന്നുണ്ട്? അത് വളരെ പെട്ടെന്ന് പോകുന്നുണ്ട്, അത് ഇല്ലാണ്ടാവുന്നുണ്ട് അല്ലേ? സ്ട്രെസ്സ് കുറയുന്നുണ്ട്. അതുപോലെ തന്നെ ആങ്സൈറ്റി, നമ്മളുടെ ഒരു ആകാംക്ഷ, ആ ഒരു കാര്യങ്ങൾ കുറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് ഒരു താങ്ക്സ് ഒരാൾക്ക് പറയുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ഒരു പെന്ന് ഒരാൾ ഞാൻ എഴുതാൻ ചോദിച്ചു, ആ പെന്നൊന്ന് തരുമോ ചോദിച്ചു. അപ്പോൾ ഒരു പെന്ന് തന്നു, എഴുതി കഴിഞ്ഞു. നമ്മളത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ താങ്ക് യു എന്ന് പറയുന്നു, അത് പെന്ന് തന്നതിന്. അപ്പോൾ നമ്മളെന്തായി, നമ്മളെ കാര്യം കഴിഞ്ഞു, നമ്മളെന്താണോ എഴുതാൻ ഉദ്ദേശിച്ചത് നമ്മളത് എഴുതി കഴിഞ്ഞു, നമ്മളെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ആ പെന്ന് കൊടുക്കുമ്പോൾ നമ്മളുടെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, പെന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ എഴുതാൻ പറ്റില്ല. ആ പെന്ന് ചോദിച്ചു നമ്മൾ പല ആളുകളുടെ അടുത്തേക്കും പോകേണ്ടി വരും. ഒരു വ്യക്തിയോട് ചോദിച്ചു, മറ്റൊരു വ്യക്തിയോട് ചോദിച്ചു, അവിടെ നിന്ന് പെന്നില്ല. പിന്നെ നമുക്ക് പോയി പെന്ന് വാങ്ങാനുള്ള സ്ഥലം എന്ന് പറയുന്നത് കുറച്ച് ദൂരത്താണ്, എന്താ പറയുക, 10 മിനിറ്റ് വീണ്ടും നടക്കണം. അപ്പം നമുക്ക് ടെൻഷൻ ഉണ്ട്, ആ ഒരു ബുദ്ധിമുട്ട്, ആ പെന്ന് എഴുതി കിട്ടിയിട്ടില്ലെങ്കിൽ അത് എഴുതാൻ പറ്റില്ല, ഫോം അവിടെ ഫില്ല് ചെയ്ത് പെട്ടെന്ന് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ടെൻഷൻ മാറി, റെഡ്യൂസസ് സ്ട്രെസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ താങ്ക്സ് പറയുന്നതോടുകൂടി നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന കുറേ ടെൻഷൻ അവിടെ ഇല്ലാണ്ടാവുന്നു അല്ലേ? നമ്മളെ കാര്യം നടന്നു കഴിഞ്ഞു, അതുകൊണ്ടാണ് നമ്മൾ താങ്ക്സ് പറഞ്ഞത്. നമ്മളെല്ലാം ക്ലിയർ ആയതുകൊണ്ടാണല്ലോ നമ്മൾ താങ്ക്സ് പറയുന്നത്. അപ്പോൾ റെഡ്യൂസസ് സ്ട്രെസ്. അതുപോലെ ആങ്സൈറ്റി, നമ്മുടെ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ നമുക്കൊരു ഉള്ളിലൊരു ഉണ്ടായിരുന്നു, അതൊരു എന്താ പറയുക, വെപ്രാളം, ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി, നമ്മൾ കൂളായി, റിലാക്സ്ഡ് ആയി എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കുറയും. അപ്പം നമ്മളത് പറയേണ്ട സന്ദർഭത്തിൽ അത് പറയുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ഓൾറെഡി അങ്ങനെ താങ്ക്ഫുൾ ആണ് എങ്കിൽ നമുക്ക് ആ സ്ട്രെസ് ഉണ്ടാവില്ല, നമുക്ക് ടെൻഷൻ ഉണ്ടാകും. നമുക്കറിയാം ഇത് ചോദിച്ചാൽ അവിടുന്ന് ആ പെന്ന് കിട്ടും, അല്ലെങ്കിൽ ആ ഒരു കാര്യം കിട്ടും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ താങ്ക്ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ആ രീതിയിൽ സോൾവ് ചെയ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ താങ്ക്ഫുൾ ആകുമ്പോൾ നമ്മൾ ആ ഒരു പ്രസൻറ്റ് ടെൻസിൽ കിടക്കും അല്ലേ? നമുക്ക് ആവലാതികൾ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റിലേക്ക് ചിന്തിക്കുമ്പോൾ ആവലാതിയാണ്, കഴിഞ്ഞു പോയ പ്രശ്നങ്ങൾ. മുന്നോട്ട് ചിന്തിക്കുമ്പോൾ ടെൻഷനാണ്, അത് നടക്കുമോ എന്നുള്ള കാര്യങ്ങൾ അല്ലേ? പ്രസൻറ്റിലാണെങ്കിലോ ഒരു ടെൻഷനും ഇല്ല. അപ്പം നമ്മളുടെ പ്രസൻറ്റ് ക്ലിയർ ആയിരിക്കും. പ്രസൻറ്റ് ക്ലിയർ ആണെങ്കിൽ അത് പ്ലസൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും തൊട്ടടുത്ത മൊമെൻ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറാണ്. ആ ഫ്യൂച്ചർ വളരെ ഭാവി എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ ശോഭനമായിട്ടുള്ള കാര്യമായിരിക്കും. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ പ്രസൻറ്റ് എന്താണ്? ക്ലിയർ ആണ്. പെട്ടെന്ന് ഒരു ഇടുത്തി പോലെ നമുക്കൊരു പ്രശ്നങ്ങളൊന്നും വരില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് നാളെ ഗുണമായി വരുന്നത്. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്, അതിൻ്റെ റിസൾട്ടാണ് നാളെ നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധ സുഖ സൗഭാഗ്യങ്ങളും നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ചെയ്ത കഷ്ടപ്പാടിൻ്റെയും അന്ന് നമ്മൾ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ ഒക്കെ ഫലമാണ് ഇന്ന് നമുക്ക് കിട്ടുന്ന എല്ലാവിധ സൗഭാഗ്യങ്ങളും എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ പ്രസൻറ്റിൽ നമ്മൾ കിടക്കും എന്നുള്ളതാണ് ഈ താങ്ക്ഫുൾ അല്ല നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു ഫീൽ എന്ന് പറയുന്നത് നമ്മൾ പ്രസൻറ്റിലായിരിക്കും. നമ്മളൊരു പെന്ന് നമ്മൾ എഴുതി കഴിഞ്ഞ ശേഷം അവർക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ താങ്ക് യു എന്ന് അവരോട് പറയുമ്പോൾ നമ്മൾ എന്തായി? നമ്മൾ പ്രസൻറ്റിലായി, നമ്മൾ ആ ഒരു കാര്യത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഈ ഒരു സ്റ്റേറ്റിലാണുള്ളത്, ഈ ഒരു മൊമെൻറ്റിലാണുള്ളത്. അപ്പം നമ്മളൊന്ന് ചിരിക്കുന്നു, അവരും ഒന്ന് ചിരിക്കുന്നു അല്ലേ? അപ്പോൾ ആ രീതിയിലുള്ള നമ്മുടെ ഒരു കണക്ഷൻ ബിൽഡായി അല്ലേ? ഒരുപാട് കാര്യങ്ങൾ അതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അടുത്തത് എന്താണ് നമ്മൾ പറയുന്നത്? ഇങ്ങനെ പ്രസൻറ്റിലാവുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, നമ്മുടെ മനസ്സ് നന്നാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ
ഒരു ഈ ഒരു മൊമെൻറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ താങ്ക് യു എന്ന് പറയുന്നു, ആ സമയത്ത് നമ്മുടെ മനസ്സ് നന്നാവുന്നു. കാരണം നമ്മുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടാണ് നമുക്കത് പറയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മൈൻഡ് ചെയ്തപ്പോൾ നമ്മളൊരാൾ വഴി ചോദിക്കുന്നു, അയാൾ എന്ത് ചെയ്യുന്നു, നമുക്ക് വഴി പറഞ്ഞു തരുന്നു. വഴി പറഞ്ഞു തന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ താങ്ക്സ് ഇട്ടോ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ താങ്ക് യു ചേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മളുടെ മനസ്സിൻ്റെ നന്മയാണ്. അത് കേൾക്കുന്ന അവർക്കും ആ ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യും. അവർക്ക് ആ ദിവസം മുഴുവൻ അല്ലെങ്കിൽ അവരുടെ മനസ്സിലതുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പോയിന്റ്. അപ്പം അവർക്കും ഗുണമാണ്, കേൾക്കുന്ന ആളുകൾക്കും ഗുണമാണ്. അപ്പം നമ്മളുടെ മനസ്സ് നന്നാവും എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ താങ്ക്ഫുൾ ആണെങ്കിൽ, നമ്മൾ അങ്ങനെ മറ്റുള്ളവരോട് താങ്ക് യു പറയുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ മനസ്സ് നന്നാവും. നമ്മൾ പ്രസൻറ്റ് ടെൻസ് കിടക്കും, നമ്മൾ പ്രസൻറ്റിൽ ഇരിക്കും, നമ്മുടെ മൈൻഡ് ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്ന് പറയുന്ന കാര്യത്തിലുണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ മനസ്സ് നന്നാവും എന്നുള്ളതാണ്. അടുത്ത് പറയുന്നത് നമുക്ക് ഹാപ്പിനെസ് കൂടും. അപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെങ്കിൽ, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, പുറത്ത് പോകുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, അത് ക്ലിയർ ആയിട്ട് നടക്കുന്നു, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കുന്നു. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മളുടെ ഹാപ്പിനെസ് എന്താ ചെയ്യുക, നമുക്കത് കൂടും. കാരണം എന്താണ്, നമ്മൾ ഹാപ്പിയാണ്, നമുക്കൊരു ടെൻഷനും ഇല്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു അത് കറക്റ്റാണ്. നമ്മളത് കാര്യങ്ങൾ അവിടെ പോയി ഫോം കൊടുക്കുന്നു, അത് കിട്ടുന്നു, അവർ വിളിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു തടസ്സമില്ല, ഒരു ലാഗും ഇല്ല, നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ മുഷിയുന്നില്ല, നമുക്ക് വേറെ ടെൻഷനില്ല, ഒരു കാര്യമില്ല. കാരണം നമ്മൾ ഹാപ്പിനെസ്സിലേക്ക് പോകും. നമ്മളുടെ കാര്യങ്ങളെല്ലാം മുറതെറ്റാതെ നടക്കുന്നുണ്ട്, കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അതാണ് ആ ഹാപ്പിനെസ്സിനുള്ള കാരണം. ആ ഹാപ്പിനെസ് കൊണ്ട് നമുക്ക് എന്തുണ്ടാവും, ഒരു സംതൃപ്തി ഉണ്ടാവും. നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അത് വിജയിക്കുമെന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവും. അങ്ങനെയുള്ള തോന്നൽ മാത്രമല്ല, അത് ശരിയാണ്. അതുപോലെ നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ മാറും, അല്ലെ? സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ മാറും. നമുക്കൊരു സംതൃപ്തി, എന്ത് കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവും. അത് കറക്റ്റാണ്. ഒരു ഭക്ഷണം കഴിച്ചു, അപ്പോൾ നമുക്കെന്താണ്, അത് തൃപ്തിയായി, നല്ല ഫുഡാണ് എന്നുള്ള ഒരു അഭിപ്രായം നമ്മൾ പറയുന്നു. നമ്മൾ ആ ഹോട്ടലിൽ ജീവനക്കാരനോട് പറയുന്നു, അല്ലെങ്കിൽ ആ മുതലാളി പറയുന്നു, നല്ല ഫുഡാണ് കേട്ടോ. നമ്മൾ പറയുന്ന സമയത്ത് അവർക്കും ഒരു സന്തോഷം, നമുക്കത് പറയുമ്പോൾ നമുക്കും ഒരു സന്തോഷം, നമ്മൾ നല്ല ഭക്ഷണമാണ് കഴിച്ചത്. കാരണം പിന്നീട് നമ്മൾ അത്തരം സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടും. അതായത് അതിൻ്റെ മറ്റൊരു പോയിന്റ്, നമ്മൾ അത്തരം നല്ല ഭക്ഷണമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടും, നല്ല ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ വരും, ആ ഒരു സത്സംഗം നമുക്ക് വരും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്. അപ്പം ഹാപ്പിനെസ് കൂടും, സംതൃപ്തി വരും എന്നുള്ളതാണ് ഇതിലൂടെ അടുത്ത പോയിന്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് വേറൊരു കഴിവ് കിട്ടും, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. നമുക്കുണ്ടാവുന്ന എല്ലാവിധ പ്രതിസന്ധികളെയും, അതായത് പല പല പ്രശ്നങ്ങൾ നമുക്കുണ്ടാവുമല്ലോ, ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഓവർകം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ പലരുടെ ജീവിതത്തിലും വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമുക്കറിയാം പല പല പ്രശ്നങ്ങൾ, ജീവിതമാകുമ്പോൾ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട്, അതിനൊന്നും വലിയ ടെൻഷൻ അടിക്കാതെ തന്നെ നമുക്കത് എന്ത് ചെയ്യാൻ സാധിക്കും. എന്താണ് വേണ്ടത്, എന്താ പ്രശ്നം, ഓക്കെ, അത് ക്ലിയർ ചെയ്യാം. നമുക്കത് അത്ര സിമ്പിളായിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത പോയിന്റ്. അതുപോലെ നമുക്കൊരു പ്രതിരോധ ശേഷി, നമ്മുടെ മൈൻഡിന് എന്ത് വന്നാലും നേരിടാനുള്ള ഒരു ശക്തി, ആ ഒരു പ്രതിരോധ ശേഷി നമുക്ക് കൂടും എന്നുള്ളതാണ്. കാരണം നമ്മൾ തീയിൽ കുരുത്തതാണ്, നമ്മൾ വെയിലത്ത് വാടില്ല എന്ന് പറയുന്നത് കേട്ടില്ലേ? അതേപോലെ ആ ഒരു പ്രതിരോധ ശേഷി നമുക്ക് പലതും നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇതൊന്നും എന്തല്ല, ഒരു വിഷയമല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തും. അതുകൊണ്ട് തന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ള ഒരു ശക്തി, അത്തരത്തിലുള്ള ഒരുപാട് നമുക്കൊരു ശക്തിയാണ്, നമ്മളുടെ ഒരു മൈൻഡിൻ്റെ ഒരു പവറാണത്. അപ്പോൾ ആ പ്രതിരോധ ശേഷി നമുക്ക് വർദ്ധിക്കും എന്നുള്ളതാണ് പറയുന്നത്, മാനസികമായിട്ടുള്ള പ്രതിരോധ ശേഷി. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഹൃദയചക്രം എന്ന് പറയുന്ന അനാഹത ചക്ര എന്താണ്, അത് ഓപ്പൺ ആവുകയും അതിലൂടെ നമുക്ക് എന്താണ്, ഒരു ചൈതന്യം വർദ്ധിക്കുകയും, അല്ലേ? അതിലൂടെ നമുക്ക് ലവ്, കൈൻഡ് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നമുക്കൊരു സ്നേഹമായിക്കൊള്ളട്ടെ, എല്ലാവർക്കും നമ്മളോട് ഒരു സ്നേഹമായിരിക്കും ഉണ്ടാവും. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഉയർച്ചയിലുള്ള പാതയിലാണെങ്കിൽ നമുക്ക് ശത്രുക്കളൊക്കെ ഉണ്ടാവും, അതൊക്കെ വേറെ വിഷയം. പക്ഷെ എന്നിരുന്നാലും അവിടെ എന്താണ്, അവരും നമ്മളെ അംഗീകരിച്ച് തുടങ്ങും, നമ്മുടെ ശത്രുക്കൾ പോലും നമ്മളെ അംഗീകരിച്ച് തുടങ്ങും. അതായത് ഒരു മമത ഏത് കേസിലും നമുക്കുണ്ടാവും, ഏതൊരു വിഷയത്തിൽ നമുക്കുണ്ടാവും, നമ്മളോടൊരു സ്നേഹം ആളുകൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു അലിവ് ഉണ്ടാവും, നമ്മളുടെ ഉള്ളിലും ആ ഒരു അലിവ് മറ്റുള്ളവരോടുണ്ടാവും, നമ്മളുടെ ഉള്ളിലും മറ്റൊരാളോട് സ്നേഹം ഉണ്ടാവും. അതുകൊണ്ടാണ് അതിൻ്റെ റിഫ്ലക്ഷനായിട്ടാണ് നമുക്ക് ഇതെല്ലാം തിരിച്ചു കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ടാണ്, നമ്മളുടെ അനാഹത ചക്ര ഓപ്പൺ ആവുന്നത് വഴി സംഭവിക്കുന്നതാണ്, നമ്മളുടെ ഹൃദയചക്രം ഓപ്പൺ ആവുന്നത് വഴിയാണ് സംഭവിക്കുന്നത്. അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറെ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, നമുക്കത് എങ്ങനെ ഓപ്പൺ ആക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതൊക്കെ സംഭവിക്കുന്നതാണ്, നമുക്ക് മറ്റുള്ള ആളുകളോട് ആ ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്.
അപ്പം നമ്മളുടെ ചൈതന്യമാണ് അതിലൂടെ വർദ്ധിക്കുന്നത് അല്ലേ. നമുക്കൊരു ഒരു ഒരു പോസിറ്റീവ് വൈബ്, നമ്മളുടെ ഒരു വ്യക്തിപ്രഭാവമാണ് അതിലൂടെ ഉണ്ടാവുന്നത്. ഇനി പറയാനുള്ളത് നമുക്കൊരു ഗോഡ് കണക്ഷൻ, നമ്മളൊരു ദൈവമായിട്ടുള്ള നമ്മളുടെ ഒരു കണക്ഷൻ എന്താണ്, വളരെ താതാത്മ്യം പ്രാപിക്കും. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്ന് പറയുന്നല്ലേ. അപ്പം എന്താ പറയുക, കൃതജ്ഞത നമ്മളിങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ എന്ത് കാര്യത്തിനായാലും നമുക്ക് ഇന്ന് കിട്ടിയ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മളിങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ദൈവം എന്ന് പറയുന്ന ശക്തി ഉണ്ടെങ്കിൽ, പല ആൾക്കാരും ഉണ്ട് എന്ന് പറയുന്നില്ല എന്ന് പറയുന്ന പല പല വിഷയങ്ങൾ അതിലുണ്ട്. അതൊക്കെ എന്തോ ആവട്ടെ, എന്താണെങ്കിലും ആ ഒരു ശക്തിക്ക് നമ്മളോടൊരു മമതയുണ്ടാകും. അതായത് ഒരു പ്രപഞ്ചശക്തിയുടെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു കണക്ഷൻ അവിടെ ഉണ്ടാകും. ഓക്കെ, അതേപോലെ അടുത്ത് പറയുന്നത് നമ്മൾ ഉള്ളതിൽ താങ്ക്സ് പറയുന്ന ആളുകളാണെങ്കിൽ നമുക്ക് കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ഈ ഇല്ലായ്മ പറയുമ്പോൾ നമുക്ക് ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടുകയാണ് നമ്മുടെ കയ്യിൽ ചെയ്യുന്നത്. നമ്മളൊരാളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നെ നമ്മുടെ അടുത്ത് വരില്ല. അയാൾ പറയും എന്ത്, അവൻ്റെ അടുത്ത് പോയി ഒരു കാര്യമില്ല, എപ്പോഴും നെഗറ്റീവ് പറയും, നമ്മളോട് കുറ്റങ്ങളെ പറയും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റമാണ് പറയുന്നത്. അപ്പം ആ ഒരു സൗഹൃദം ശരിയല്ല എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ഒഴിവാക്കും. നേരെ മറിച്ച് നിങ്ങൾ മറ്റൊരാളോട് നല്ല സ്നേഹമാണ് കൊടുക്കുന്നതെങ്കിൽ, അവരോട് നല്ല ബന്ധമാണ് പുലർത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതായത് നമ്മൾ താങ്ക്സ് പറയുക ഈ പറഞ്ഞ രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമർശിച്ചാൽ നമ്മൾ എടുക്കുന്ന ആളുകൾ പോവും. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രോത്സാഹിപ്പിച്ചാൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് താങ്ക്സും. നമ്മൾ താങ്ക്സ് ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ എന്തിനെക്കുറിച്ചാണോ ഉള്ളതിലാണ് നമ്മൾ താങ്ക്സ് പറയുന്നത്. നമുക്കത് ഉണ്ടല്ലോ, എനിക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചതിന് എന്താ, അത് ഉണ്ടാക്കിയ ആളുകൾക്ക് വരെ നമ്മൾ നന്ദി പറയുകയാണ്. നമുക്ക് എന്താണ് ഈ പറഞ്ഞതുപോലെ അത് ഉണ്ടാക്കി തരുന്ന വീട്ടുകാർക്ക് ആ പറയുന്ന ഒരു അത് എന്തിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു പണം കിട്ടി, ആ പണം കൊണ്ടാണ് ഇത് വാങ്ങുന്നത്. അപ്പോൾ അത് നമുക്ക് അതില്ലെങ്കിൽ നിലനിൽപ്പില്ല. നാളെ നമുക്ക് ഭക്ഷണം വേണം, മറ്റന്നാൾ ഭക്ഷണം വേണം. ഈ ഭക്ഷണമാണ് നമ്മളുടെ അന്നമാണ് ദൈവം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആ ഉള്ളതിലെ ഒക്കെ നമ്മളിങ്ങനെ നന്ദി പറയുന്ന സമയത്ത് നമുക്കത് വീണ്ടും വീണ്ടും ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടും. അത് കൂടിക്കൊണ്ടേയിരിക്കും. എന്താണോ ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയുന്നത് അത് വീണ്ടും വീണ്ടും വർദ്ധിക്കും അല്ലേ. അപ്പം നമ്മൾ അതാ പറയുക, എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അത് എക്സ്പാൻഡ് ചെയ്യുന്നത് പറയുന്നത് പോലെ തന്നെയാണ് നമ്മളെ ഉള്ളതിനാണ് നന്ദി പറയേണ്ടത്. അപ്പോൾ അത് പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ബാധിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പം അതാണ് അടുത്ത പോയിന്റ്. ഇനി പറയുന്നത് മറ്റുള്ളവർ പ്രീതിപ്പെടും എന്ന് പറയുന്നൊരു പോയിന്റ്. അതായത് നമ്മളിങ്ങനെ താങ്ക്സ് കൊടുക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, വലിയ താല്പര്യമായിരിക്കും നമ്മളോട്. കാരണം എന്താണ്, നമ്മൾ ഒരാളുടെ ഒരു ബൈക്കിൽ പുറകിൽ കയറുന്നു, അല്ലെങ്കിൽ ഒരു കാറിൽ കയറുന്നു, ഒരു സ്ഥലത്ത് ഇറങ്ങുന്നു, ഇറങ്ങിയതിന് ശേഷം താങ്ക്സ് നമ്മൾ പറയുമ്പോൾ എത്ര പേരങ്ങനെ പറയാറുണ്ട്? പലരും കയറി കാണാം, ശരി ബൈ പറഞ്ഞു പോവുക എന്നല്ലാതെ നമ്മൾ എത്ര പേർ അങ്ങനെ താങ്ക്സ് പറയാറുണ്ട് എന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ അവിടെ ഒരു താങ്ക്സ് എന്ന് പറയുക. അത് പറയുമ്പോൾ നമുക്ക് അത്രയും ഒരു ഉപകാരമാണ് കിട്ടിയത് അല്ലേ. നമ്മൾ വെയിലത്ത് നടക്കേണ്ടി വന്നില്ല, നമ്മൾ കാറിൽ അവിടെ കയറി നമ്മളുടെ ലക്ഷ്യസ്ഥാനത്ത് ഇറങ്ങുന്നു. അപ്പം നമ്മൾ താങ്ക്സ് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഇത് എന്താണ്, അതവിടെ കിടക്കും. അപ്പോൾ ഈ വ്യക്തിയെ ഞാൻ അങ്ങനെ വണ്ടിയിൽ കയറ്റിയ സമയത്ത് എന്നോട് താങ്ക്സ് പറഞ്ഞ ആളുകൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. കുറച്ച് ആളുകളെ അങ്ങനെ കയറ്റിയിട്ടുള്ളൂ. ആ കയറ്റിയ ആളുകൾ പറഞ്ഞ ആളുകളെ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ടാവും. നേരെ മറിച്ച് എല്ലാവരും താങ്ക്സ് പറഞ്ഞ് ഒരു ശീലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ഓർമ്മ ഉണ്ടാവില്ല. കാരണം എല്ലാവരും പറയുന്നതാണല്ലോ. അപ്പോൾ അതൊരു ശീലമായി മാറി നമുക്കറിയാം. പക്ഷെ അത് റെയറാണ്, ഇപ്പോഴും അത് റെയറാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത്, ആ പറഞ്ഞ വ്യക്തിയെ എനിക്കറിയാം, അവരുടെ ഉയർച്ചയും നമുക്കറിയാം. അപ്പം അത് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർ പ്രീതിപ്പെടും. നിങ്ങൾ ആരോടാണോ താങ്ക്സ് പറയുന്നത്, ആ താങ്ക്സ് കേൾക്കുന്ന ആ വ്യക്തി നോ മെൻഷൻ പറഞ്ഞാലും അവരുടെ ഉള്ളിൽ എന്താണെങ്കിലും യുവർ വെൽക്കം പറഞ്ഞാലും അതിനൊരു റിപ്ലൈ ഉണ്ടല്ലോ, അത് പറഞ്ഞാലും എന്തായാലും അവരുടെ ഉള്ളിൽ അത് എന്താണ്, അത് ഒരു ഇഷ്ടമായിട്ട് നമ്മളോടൊരു മമതയായിട്ട് അതവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും നിങ്ങൾ താങ്ക്സ് കേൾക്കുന്ന സമയത്ത് പറയേണ്ടത് യുവർ വെൽക്കം എന്നാണ് പറയേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും താങ്ക്സ് തരത്തക്ക രീതിയിൽ മറ്റുള്ളവർ നിങ്ങളോട് താങ്ക്സ് പറയുക. അതായത് നിങ്ങൾ ഒരാൾക്കൊരു ഗുണമാണ് ചെയ്യുന്നത്, ഒരു ഉപകാരം ചെയ്യുമ്പോഴാണ് അവിടെ താങ്ക്സ് കിട്ടുന്നത് അല്ലേ, റിസീവ് ചെയ്യുന്നത്. അപ്പോൾ അത് വീണ്ടും വീണ്ടും റിസീവ് ചെയ്യണമെങ്കിൽ നമ്മൾ പറയേണ്ടത് അവിടെ നോ മെൻഷൻ അല്ല, ശരിക്കും അവിടെ യുവർ വെൽക്കം എന്നാണ് പറയേണ്ടത്. നമ്മൾ ഹെൽപ്പ് ചെയ്യുക, അത് താങ്ക്സിന് വേണ്ടിയിട്ടല്ല, അത് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു തത്വം. അപ്പം അത് കേൾക്കുന്ന ആളുകൾ എന്താണ്, മറ്റുള്ളവർ പ്രീതിപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോയിന്റ്. അതിനടുത്തത് ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവിക്കുക, നമ്മളുടെ ആ ബന്ധം ഇന്ന് നമ്മുടെ മനസ്സിൽ അതുണ്ടാവും, ആരെല്ലാം അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ആ ബന്ധം, അവരോടുള്ള ബന്ധം മെച്ചപ്പെടുന്നു. അവരെ എപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് അവരോടൊരു ഇഷ്ടം, അവർക്ക് നമ്മളോടൊരു ഇഷ്ടം അല്ലേ. അപ്പോൾ നമ്മൾ വേണ്ടപ്പെട്ട ആളുകളാണ് എന്നുള്ളൊരു ചിന്ത, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു എന്നുള്ളതാണ് അതിന് മറ്റൊരു പോയിന്റ്. ഇനി നമുക്കിതൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന മറ്റ് പോയിന്റുകളാണ്, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ഡെയിലി ജേർണലിംഗ് എഴുതാം. അതായത് ദിവസവും നമുക്ക് ഒരു ഡയറി എഴുതി വെക്കാം. ആ ഡയറിയിൽ എഴുതേണ്ടത് പലരും പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളാണ് എഴുതി വെക്കാറ്. അത് ഒരിക്കലും എഴുതാൻ പാടില്ല. അത് എഴുതുമ്പോൾ അതാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എഴുതേണ്ടത് ഇതാണ്, ഗ്രാറ്റിറ്റ്യൂഡാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. അപ്പോൾ ഒരു 3 to 5 തിങ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 3-5 കാര്യങ്ങൾ ഒരു ദിവസം നമുക്ക് സംഭവിച്ച നല്ല കാര്യങ്ങൾ, നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, അതായത് നമ്മൾ താങ്ക്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ലാലേട്ടൻ്റെ ജന്മദിനത്തിന് അദ്ദേഹം എഴുതുന്ന ഒരു ജേർണലായിട്ട് നമ്മളത് ഓഡിയോ ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പം പ്രപഞ്ചശക്തി നന്ദി, ദൈവത്തിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ദിവസം കൂടി നമുക്ക് അനുവദിച്ചു തന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് കറക്റ്റാണ്, അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ദിവസം എന്തെല്ലാം നന്മകൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതിലൊരു 3-5 കാര്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും കൂടി അത് 5 ആവും, 10 ആവും, 15 ആവും, കുറേ എണ്ണാവും. പിന്നെ നമുക്കത് അധികം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നമുക്കത് എഴുതി ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അനുഗ്രഹങ്ങൾ കൂടിക്കൊണ്ടിരിക്കും, നമുക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സ് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് എഴുതി വെക്കുക. ഒരു 3-5 കാര്യങ്ങൾ ഇന്നത്തെ ആലോചിച്ച് നോക്കുക. അന്ന് രാവിലെ എണീച്ച സമയത്ത് അന്നൊരു വ്യക്തിയെ കണ്ടു, പരിചയപ്പെട്ടു, അവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഗുണം കിട്ടി, ഓക്കെ ഐ എം താങ്ക്ഫുൾ ടു ദാറ്റ്. ആ ഒരു സംഭവം എഴുതി വെക്കുക. അല്ലെങ്കിൽ അതിന് എനിക്ക് നന്ദി എന്നവരെ പരിചയപ്പെടാൻ സാധിച്ചതിന്, ഇങ്ങനെയൊരു വ്യക്തിത്വത്തെ അറിയാൻ സാധിച്ചതിന് പ്രപഞ്ചശക്തി നന്ദി, അല്ലെങ്കിൽ ദൈവത്തിന് നന്ദി എന്ന് എങ്ങനെ വേണമെങ്കിൽ എഴുതാം. എന്തായാലും ആ താങ്ക്ഫുൾ എന്ന് പറയുന്നൊരു കാര്യം, താങ്ക് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ വരണം. അത്രയേ ഉള്ളൂ. നമ്മളൊരു നന്ദി, അത് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, ദെൻ നമുക്ക് അഫർമേഷൻസ് പറയാം. അതായത് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഇൻ മൈ ലൈഫ്. അതായത് എനിക്ക് ഇന്ന് ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ നല്ല കാര്യങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവനാണ്. അല്ലെങ്കിൽ ദിനംപ്രതി എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ നല്ല അവസരങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ അതങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്കത് എഴുതി വെക്കാം. ആ ഒരു വേർഡ് ഉണ്ടാക്കിയതിന് ശേഷം അത് അഫർമേഷനായിട്ട് പറയാം, അതേപോലെ അത് എഴുതി വെക്കാം. അഫർമേഷൻ നമുക്ക് പറയുകയും ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ജേർണലിങ്ങിൽ എഴുതി വെക്കുകയും ചെയ്യാം. അപ്പോൾ അതും നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും ആ താങ്ക്ഫുൾ കിടക്കുകയാണ്, നമ്മുടെ മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു തോട്ട് അത് ലൂപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഗുണം വന്ന് ചേരുമെന്നുള്ളതാണ്. ദെൻ അടുത്തത് മെഡിറ്റേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു സൈലൻറ്റ് റിഫ്ലക്ഷനായിട്ട് മെഡിറ്റേഷനിൽ നമുക്ക് ഈ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കാം. അതായത് നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത്, ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യങ്ങൾ എന്താണ്, നമ്മളുടെ ഇന്ന് അനുഭവിച്ച നല്ല കാര്യങ്ങൾ, നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്, ഈ ഒരു ആഴ്ചയിലായിട്ട്, ഈ ഒരു മാസമായിട്ട് നമ്മൾ അനുഭവിച്ച ഒരുപാട് നല്ല ഗുണങ്ങളും ഇതെല്ലാം നമുക്ക് ധ്യാനത്തിൽ കൊണ്ടുവരിക. അതുപോലെ ആ പ്രസൻറ്റിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, അതിനെ ബൂസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ റിഫ്ലക്ഷനായിട്ട് നമ്മളുടെ ആ ഓറയിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ അത് അവിടെ അങ്ങനെ കിടക്കും. തീർച്ചയായിട്ടും നമ്മളുടെ നാളെയും നമുക്ക് എന്താ ഉണ്ടാവുക, നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ മെഡിറ്റേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു സൈലൻറ്റ് റിഫ്ലക്ഷനായിട്ട് കൊണ്ടുവരാം. ഈ പറയുന്ന ഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെ നമുക്ക് കൊണ്ടുവരാം. അവരൊക്കെ നമുക്ക് മനസ്സിൽ കാണാം. നമ്മളോട് ഇന്ന് എന്താണ് താങ്ക്ഫുൾ ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് നമ്മൾ ആർക്കൊക്കെ ഇന്ന് താങ്ക്ഫുള്ളായി അങ്ങോട്ട് നമ്മൾ താങ്ക് യു പറഞ്ഞു, അത് നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം. അങ്ങനെ എങ്ങനെയാണെങ്കിലും നമുക്ക് കിട്ടിയ ആ എല്ലാ നന്മകളെയും നമ്മൾ ഇങ്ങനെ മനസ്സിൽ കാണുക. നമുക്ക് കിട്ടിയ ഓരോ കാര്യങ്ങളെയും, ഓരോ ബ്ലെസ്സിങ്സിനെയും മനസ്സിലിങ്ങനെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഇരിക്കുക. അതാണ് മെഡിറ്റേഷനിൽ നമ്മൾ ഇത് കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഒരു സൈലൻറ്റ് റിഫ്ലക്ഷനായിട്ട് ഈ പറയുന്ന ഗ്രേറ്റ്ഫുൾനെസ് വരും. അപ്പം തീർച്ചയായിട്ടും എന്താണ്, നമുക്ക് നാളെയും അതിൻ്റെ ഗുണങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ്. അതുപോലെ ഇത് എക്സ്പ്രസ് ചെയ്യണം. നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ പുറത്ത് പറയണം. നമ്മുടെ മനസ്സിൽ താങ്ക്സ് വന്നു, നമ്മൾ പുറത്ത് പറഞ്ഞില്ല. ഒരു കാര്യം നമ്മൾ ഹെൽപ്പ് കിട്ടി, പക്ഷെ നമ്മൾ മനസ്സിൽ അദ്ദേഹത്തിന് വളരെ നന്ദിയുണ്ട് മനസ്സിലിങ്ങനെ പറയുന്നു, പക്ഷേ പുറത്ത് പറഞ്ഞില്ല. ഈ പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അവരറിയുന്നില്ല. നമ്മളൊരു 7% മാത്രമാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ബാക്കി 93% നോൺ വെർബലാണ്. പക്ഷേ ഈ നോൺ വെർബൽ എല്ലാ ആളുകൾക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവില്ല. നമ്മൾ ഈ പറയുന്നത് കളിയാക്കുകയാണോ സത്യമാണോ എന്ന് പോലും മറ്റുള്ള ആളുകൾ തിരിച്ചറിയുന്നത്. ഈ പറയുന്ന വാക്കുകളിൽ തന്നെ നമുക്ക് വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും തിരിച്ചറിയാനുള്ള ഒരു കഴിവൊന്നും ചിലപ്പം മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിത് പറഞ്ഞാൽ മാത്രമേ അവരത് ഉൾക്കൊള്ളുകയുള്ളൂ എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാകുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വെർബലി തന്നെ നമ്മൾ പറയുക, എക്സ്പ്രസ് ചെയ്യുക. അതങ്ങനെ പറയുന്ന കാര്യങ്ങൾ അതെന്താണ്, അത് ഇരട്ടിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എന്തൊരു അവസരം ഉണ്ടെങ്കിൽ ആ അവസരങ്ങളിൽ നമ്മളത് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആ ഒരു കാര്യം ഇതാണ്. അതിൽ ഇദ്ദേഹമാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിനോട് എന്നും നന്ദിയുള്ള ആളായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം അദ്ദേഹം അത് പല സ്ഥലങ്ങളിൽ പറയും, ആ ഒരു നന്ദിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ അവൻ രക്ഷപ്പെടുമെന്നുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കതുകൊണ്ട് ബെനിഫിറ്റായിട്ട് വന്നു ചേരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്രസ് ചെയ്യണം. അത് വെർബലി തന്നെ പറയണം എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ്.
അപ്പോൾ ഇതൊക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാനുള്ളത്. അതിൻ്റെ പവർ, അതുകൊണ്ട് കിട്ടാവുന്ന ഗുണങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാം ഒന്ന് മനസ്സിലാക്കുക, അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും വന്നു ചേരുന്നതാണ്. എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.